അച്ഛാ അച്ഛാ കോൺസെൻട്രേഷൻ ഞാനൊരു ഡയഗ്രാം വരച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ നീ? അതൊക്കെ പോട്ടെ. അച്ഛാ അച്ഛൻ നാളെ എൻ്റെ കൂടെ ക്ലാസ് വരെ ഒന്ന് വരണേ. ഒറ്റയ്ക്ക് പോയത്? അല്ല, നാളെ സ്കൂളിൽ PTA മീറ്റിംഗ് ആണ്. എന്തോന്ന്? അച്ഛാ പേരൻസും ടീച്ചേഴ്സും കൂടെ ഒരുമിച്ചിരിക്കുന്നതാണ് PTA മീറ്റിംഗ്. അയ്യോ അച്ഛനറിയാം, അച്ഛൻ പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുണ്ട്. നീ കാര്യം പറ. അച്ഛാ വേറൊന്നുമില്ല, അച്ഛൻ ജസ്റ്റ് പ്രോഗ്രസ് കാർഡിലൊന്ന് ഒപ്പിട്ട് തന്നിട്ട് പോയാൽ മതി. പിന്നെ എന്റെ വിലയേറിയ സമയങ്ങളിൽ ഞാൻ അങ്ങോട്ട് വരാൻ പോവല്ലേ? നീ നിന്റെ അമ്മ വിളിച്ചോണ്ടോ? അയ്യോ അമ്മയ്ക്ക് വരാൻ പറ്റില്ല അച്ഛാ. അതെന്ത്? അമ്മ വന്ന് അവിടെ സാറന്മാരെ പിടിച്ചടിക്കൂ? അതാ പുറത്തിറക്കി വിടുവോ? എന്റെ അച്ഛ അതെങ്ങനെ ശരിയാവും? അമ്മക്ക് ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ അച്ഛനോട് PTA മീറ്റിംഗിന് ചെല്ലാൻ പറയുന്നത്. നിന്റെ അമ്മ കളക്ടർ അല്ലേ? അച്ഛാ അച്ഛൻ നാളെ സ്കൂളിൽ വന്നെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പോവില്ല കേട്ടോ. വേണ്ട, നീ വേണമെങ്കിൽ പഠിച്ചാൽ മതി. അച്ഛനെന്ത് പഠിച്ചാൽ നിനക്കൊള്ളാം, നിന്നെ കെട്ടണവനും കൊള്ളാം. എന്നാ അച്ഛാ അച്ഛൻ നാളെ മീറ്റിംഗിനൊന്നും പങ്കെടുക്കണ്ട, ജസ്റ്റ് ക്ലാസ്സിൽ വന്ന് പ്രോഗ്രസ് കാർഡിൽ സൈൻ ചെയ്തിട്ട് പോയാൽ മതി. ഒപ്പിട്ടാ മതിയാ? നീ ആ പേപ്പർ ചോദിച്ചോ. അച്ഛ അത് പിള്ളേരെ കൊടുത്തു വിടത്തില്ല അല്ലേ ചേച്ചി? എന്താ സ്കൂളിലെ പ്രമാണം വല്ലതാണോ അത്? കൊടുത്തു വിടത്തില്ല എന്ന് പറയാം. അത് പ്രമാണമൊന്നുമല്ല, പ്രോഗ്രസ് കാർഡാ. ഒരു കാര്യം ചെയ്യ്, ആ പ്രോഗ്രസ് കാർഡ് ഇരിക്കുന്ന സാറിന്റെ നമ്പർ ഇതാ, ഞാൻ ഇവിടെ നിന്ന് ചോദിക്കട്ടെ. വിളിച്ച് പറയരുത്, സാർ പ്രത്യേകം പറഞ്ഞതാ. നിന്റെ അമ്മ വിളിച്ചോണ്ടോ? അത് വേണ്ട, അച്ഛൻ വന്നാ മതി. എടി എനിക്ക് ഈ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് പൂർത്തിയാക്കണം. നീ പോ, ശല്യപ്പെടുത്താതെ പോ. അളിയുടെ സർക്യൂട്ടും വരച്ച് കളിച്ചോണ്ടിരി. പിള്ളേരെ പഠിത്ത കാര്യത്തെ പറ്റി യാതൊന്നും ശ്രദ്ധിക്കല്ലേ. ഡേയ്, അവൻ എൻ്റെ പിള്ളേരാണ്. അവരുടെ പഠന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. യാതൊരു സംശയമില്ല. ലോകത്തിലുള്ള എല്ലാ കാര്യത്തെ പറ്റിയും ഭയങ്കര വിവരമാണ്. ഇനി ജ്ഞാനപീഠത്തെ പിടിച്ചിരുത്തി കൊടുത്താൽ മതി. ജ്ഞാനപീഠത്തില് പടവലം വീട്ടി കുട്ടമ്പിള്ളയല്ലേ നിന്റെ അച്ഛൻ, അങ്ങനെ പിടിച്ചിരുത്ത്. അങ്ങനെ പിടിച്ചിരുത്തല്ലോ നിന്. കുളത്തല മാധവൻ തമ്പിയെ പിടിച്ചെടുത്ത് നിങ്ങളുടെ അച്ഛൻ, അതാണ് നല്ലത്. ഇവൻ എങ്ങനെ കെട്ടിയെടുത്താൽ മതിയായിരുന്നു മുകളിലോട്ട്. എന്തോന്ന് എന്ത് പറഞ്ഞെന്തോന്ന്? നിന്നെ എങ്ങനെയെങ്കിലും നീ വീട്ടിലെങ്ങനെയും പോയാൽ മതിയായിരുന്നു എന്ന് പറയായിരുന്നു. ഒന്നുമല്ല അളിയാ, ഞാൻ ചത്തോണെ നിങ്ങൾ പ്രാർത്ഥിച്ചതല്ലേ. പോടാണ്, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾക്ക് എങ്ങനെ തോന്നി അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്? ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ വേണ്ടി കണ്ണി കണ്ടൊക്കെ തട്ട് വളർത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് തരില്ലേ? ഞാൻ ചത്തോ പ്രാർത്ഥിക്കണല്ലോ. ഉവ്വാന്ന പിന്നല്ല, ഞാൻ ഇല്ലാതാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളെ ഞാൻ എന്തോന്ന് വിളിക്കും? എന്താടാ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം. ചേച്ചി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം. എടാ ഞാൻ കളിക്ക് പറഞ്ഞാ നീ ചേച്ചി തൊഴുത് നേരനല്ലേ? തൊഴുത് നേർന്ന് ഇത് ചെയ്യാനല്ലേ? പിന്നെ ഞാൻ ചെയ്യാൻ വേണ്ടിട്ടൊന്ന് ഞാൻ കളിക്ക് പറഞ്ഞാണ്. നീ നിന്റെ ചേച്ചിയുടെ പറഞ്ഞു കൊടുക്കല്ലേ? ഈ ചേച്ചി ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരാഴ്ച ഇതിന്റെ പേരിൽ സെന്റ് അടിച്ച് നിങ്ങളെ ഉറക്കാതിരിക്കാണ്ട് വരും ഞാൻ കാണിച്ചേരാ. നോക്കിയോ നോക്കിയോ പിള്ളേരെ ഞാൻ തമാശ പറഞ്ഞില്ലേ? ചേച്ചി എന്തെങ്കിലും പറഞ്ഞ ചേച്ചി പറഞ്ഞിട്ട് അപ്പൊ കാണിച്ചേരാ. ശരിക്കൂട്ടാ ഞാൻ പറയട്ടെ. എടാ നീ ഇട ഇതൊക്കെ വെറുതെ. എടാ നീ അവളത് പറയരുത്. എന്ത്? നീ അവളത് പറയല്ലേ? മാമ അമ്മയടുത്ത് പറയില്ലെന്ന് പറയാൻ അച്ഛൻ പറഞ്ഞു. സ്വന്തം മനസ്സും കുഴുത്തുരുമ്പും കൊണ്ട് നടന്ന ഈ കുടുംബം നശിച്ചോണ്ട് പോവും. ഞാൻ ഇനി അങ്ങനെ പ്രാവൂല. ദൈവമേ അവന് നല്ലത് കൊടുക്കണേ, ഭഗവാനെ അവന് നല്ലത് വരുത്തണേ. എന്റെ അളിയന് നല്ല ഓരോ നിമിഷവും ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കണം. അതറിയാമോ അളിയന്? എന്റെ അളിയന് നല്ല പെണ്ണിനെ, ഓരോ നിമിഷവും എന്റെ അളിയന് സുന്ദരിയായ പെണ്ണിനെ കിട്ടണേ, നന്നായിട്ട് ജീവിക്കണേ. എന്റെ അളിയന്റെ കാർഷിക അഭിവൃദ്ധി വരണേ, അളിയന്റെ വിളവൊക്കെ നന്നായിട്ട് വിളയണേ, അളിയൻ നന്നാവണേ, എന്റെ പൊന്നളിയെ നന്നാവണേ. അഡ്ജസ്റ്റ്മെന്റിന് പറഞ്ഞിട്ട് പോന്നെയാ മാമ. അവരെല്ലാരും കൂടെ വന്നു കാര്യം പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇത് വേവ് കുറവാണ് കേട്ടോ ചേച്ചി, കണ്ടറിയാം. ഇതിന് വേവ് കുറവാണ്. 3-4 പേരും കൂടെ വന്ന് എന്നെ കണ്ടിട്ട് പറയാണ് ഇവിടുത്തെ കരയോഗത്തിലെ ജൈവ കൃഷിയെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കണമെന്ന്. എടുക്കായിരുന്നില്ലേ? ഞാൻ എടുക്കാന്നായിട്ട്. പക്ഷെ അവര് പോയി കഴിഞ്ഞപ്പോ എനിക്ക് ചെറിയ പേടി. എന്താ പേടി? എങ്ങനെ ചേച്ചി? ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡൊക്കെ മേടിച്ചല്ലേ, വച്ചൊരു അലക്കലക്ക് ചെല്ല്. അളിയനെ കൂടെ വിളിച്ചോണ്ട് പോയല്ലേ ചേച്ചി? എന്തിനാ അവിടെ ചെന്ന് അവരെ അഴിച്ചിളക്കിയിടാനോ? അമ്മ നാളെ എൻ്റെ കൂടെ സ്കൂളിൽ വരണേ. അതെന്തിനാ? അത് നാളെ PTA മീറ്റിംഗാ. എന്നാ പിന്നെ അച്ഛനെ വിളിച്ചിട്ടുണ്ടോ? അത് വേണ്ട, അമ്മ വന്നാ മതി. അമ്മ എന്നെ പറഞ്ഞത് നിർബന്ധമുണ്ടോ? മാമൻ വരാം മക്കളെ. അത് വേണ്ട, അത് പ്രോഗ്രസ് കാർഡിൽ സൈനൊക്കെ ചെയ്യണ്ടേ. ഒന്നില്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ. നിന്റെ ആ കാർഡ് നിങ്ങൾ എടുത്തിട്ട് വന്നേ. അമ്മേ കപ്പരിമ്പ് ചെറുതായിട്ട് അറിയാം. ഇത് എങ്ങനെ അറിയണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. വിഷയമൊന്നും മാറ്റണ്ട, കാർഡ് എടുത്തുണ്ടോ? അത് കാർഡ് സാറിന്റെ കയ്യിലല്ലേ?
അതെവിടുത്തെ ഏർപ്പാട്? അത് പിള്ളേര് കള്ളത്തരം കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി അവര് മേടിച്ചു വെക്കണതാ. ഇതിന്റെ മാർക്ക് എത്രയാ? മാർക്കോ? അത് പറ മക്കളെ, മാർക്ക് എത്ര? പറ. മാർക്ക് എത്രയാ? കണക്കിന് കണക്കാ. ഇംഗ്ലീഷ് ഒന്നും പറയണ്ട. കെമിസ്ട്രി കേമായിട്ടുണ്ട്. ഫിസിക്സ് ഒന്ന് കാണണം. പിന്നെ സോഷ്യൽ സ്റ്റഡീസ് നാട്ടുകാർ അറിയാതിരിക്കുന്നതാണ് ഭേദം. എന്റെ പൊന്നുമോളെ, മാമ വരണില്ല അങ്ങോട്ടൊന്നും കേട്ടാ. അമ്മ നാളെ വന്നില്ലെങ്കിൽ സാറ് ക്ലാസ്സിൽ പോലും കേറ്റില്ല. ആ കേറണ്ട. ഡേ കൊച്ചു വിളിക്കല്ലേ, ചെല്ലടേ. നീ പോണേണ് അതിൻ്റെ ഒരു വൃത്തി. എടേ ഇരിക്കണെങ്കിലേ ഒരു കാലമില്ലാത്ത മുടിഞ്ഞ ജോലി. ഞാൻ പോട്ടാ. ഡേയ് നീ ചെല്ല്. നീ പോണ്ട കേട്ടാ, വെറുതെ എന്നാ നാണം കെടുത്താൻ വേണ്ടി. എന്താ അത് ശരി, എണീറ്റില്ലേ? ബാലു ബാലു, നേരം വെളുത്തിട്ട് കുറെ നേരം എണീക്ക്. ആ ഇന്നലെ കിടന്നപ്പോ ഒരുപാട് താമസിച്ചു. അതെന്ത് പറ്റി? ഞാൻ ഇന്നലെ 2500 വാട്ട്സ് ഔട്ട്പുട്ടുള്ള ഒരു ആംപ്ലിഫയർ പൊളിച്ചടിക്കി, അല്ല നന്നാക്കി. അപ്പോൾ അത് ചെയ്തു വന്നപ്പം 3 മണിയായി. അങ്ങനെ ഞാൻ ഉറങ്ങാൻ താമസിച്ച്. എന്നിട്ട് ശരിയായോ? ആ പിന്നെ ലച്ചുവിന്റെ സ്കൂളിൽ പോണേ? ആ ഇന്നലെ ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ശേ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാന്നേ? ഞാൻ ഗവൺമെന്റ് സ്ഥാപനത്തിലൊന്നും അല്ല ജോലി ചെയ്യണേ. 5 മിനിറ്റ് വൈകിയാൽ മതി, അവരവിടെ ഒച്ചെടുക്കും. ബാലു ഉറങ്ങല്ലേ? കേക്കണ്ട പറയണത്. വർഷത്തിലാകെ 7 ലീവാ ഉള്ളത്. 7 എണ്ണം. അത് മുഴുവൻ എടുത്തു കഴിഞ്ഞ് ഇനി പറ്റില്ല ലീവ്. ഒന്ന് പോയിട്ട് വാ ബാലു. അടുത്ത പ്രാവശ്യം ഞാൻ പോയിക്കോളാം. അടുത്ത പ്രാവശ്യം ഞാൻ പോയി, ഇപ്രാവശ്യം നീ പോ. ശേ, പോയിട്ട് വാ. അത് കേശുവിന്റെ ശിവനൊക്കെ ക്ലാസ്സിലൊന്ന് കയറണം, സാറന്മാരെയൊക്കെ കാണണ്ടേ? കുറെ നാളായി അങ്ങോട്ട് പോയിട്ട്. അതിന് പറ്റിയ ആള് നീയാണ്. നീ ആകുമ്പോ കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ട് നോക്കും. നീ പോ. മടി അങ്ങനെ പോറം കണ്ടോ? പാൻറ് പോലും മാറിയില്ല. ലച്ചു. ആ ശ്രീ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോണേ. ഭർത്താവിനെ കൂടെ ഊട്ടിക്കണോ? അളിയനല്ലേ, കൊടുക്ക്. വാ നടക്ക്. ബൈ മമ്മ. ബൈ ടാറ്റാ. പോയിട്ട് വരാം. കിടന്നുറങ്ങിയാണ്. ഇപ്പൊ വരും കഴിക്കാൻ വേണ്ടിട്ട്. അയ്യോ അയ്യോ എന്താടാ? അയ്യോ ആനന്ദമേ നെഞ്ചുക്കുള്ളേ ആരംഭമേ 100 கோடி வானவில் மாறி மாறி சேருதே காதல் தேடும் தூரலில் தேகம் முழுகி போனது ஏதோ ஒரு ஆசை வா வா கதை பேச ஐயையோ ആനന്ദമേ. കഴിക്കാന്നില്ല ഇവിടെ. ഭാര്യയെ വിളിച്ച് ചോദിച്ചു കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഞാൻ അടുക്കള പോയി. അവിടെ ചായ ഒന്നും കേട്ടില്ലല്ലേ? ചായ ഇല്ല. കാണൂലായിരിക്കും. കാണൂലായിരിക്കും. മുട്ടല്ലാണ്ടാകും. ഏയ് നീ വല്ലതും കഴിച്ചില്ല? നീ വല്ലതും കഴിച്ചാ? ഞാൻ കഴിച്ചു. ഇല്ല, ഞാൻ കഴിക്കാതെ. പിന്നെ എനിക്കൊന്നും ഇല്ലാത്തത്. ഭാര്യ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞില്ലേ? പൈസ എല്ലാം ഉണ്ടാ ഇങ്ങോട്ട്? പൈസ ഉണ്ട്. 4 രൂപ വേണം. 4 രൂപ വേണം. 4 നിന്റെ കുട്ടമ്പിളൊക്കെ ഉണ്ട്. 4 വെളിയിൽ പോയാൽ വല്ല പഴമെങ്കിലും വാങ്ങിച്ചു കഴിയാ. അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒന്നും ഇല്ലേ? ഇവിടെ ഇല്ല, കഴിഞ്ഞു. 4 രൂപ വേണം.